ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലി അസാതീദിനാ വലി മുസന്നിഫി ഹാദൽ കിതാബി വലി ജമീഇൽ മുഅ്മിനീൻ. ബാബു മാ യഖൂമു മഖാമ ശർത്തി. ഷർത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചിലതിനെ കുറിച്ച് പറയുന്ന ബാബാണ്. ഷർത്തിന് ജവാബുണ്ടാകുന്നത് പോലെ ഇവകൾക്കും ജവാബുണ്ടാകും. ഒന്നും കൂടി പറഞ്ഞാൽ, ഇവകൾക്ക് ശേഷം ഒരു ഷർത്തിനെ സങ്കല്പിക്കപ്പെടേണ്ടി വരും. ആ സങ്കല്പിക്കപ്പെടുന്ന ഷർത്തിന് ജവാബ് പറയും. വഹിയ, ആ ഒരു കാര്യങ്ങൾ അൽ അമ്രു, ഒന്ന് അമ്രാണ്, കൽപ്പന. വൻ നഹിയു, വിരോധിക്ക. വൽ ഇസ്തിഫ്ഹാമു, ചോദിക്ക. ഹൽ അന്ത ദാഹിബുൻ, നീ പോകുന്നവനാണോ എന്നൊക്കെ ചോദിക്കുമല്ലോ. വദ്ദുആഉ, ദുആഉം, വിനയത്തോടെ അപേക്ഷിക്ക. വൽ ജഹദു, നിഷേധം, നഫി. വത്തമന്നി, വ്യാമോഹം, പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങള് മോഹപ്രകടനം നടത്തും. വൽ അറളു വത്തഹ്ലീലു, അറളും തഹ്ലീലും രണ്ടും പ്രേരിപ്പിക്കലാണ്. അതൊരു മയത്തോടെ ആകുമ്പോ അറള് എന്ന് പറയും. ഗൗരവത്തില് ഒരു പരുഷ ശൈലിയിലാകുമ്പോ തഹ്ലീൽ എന്ന് പറയും. എല്ലാത്തിനും ഉദാഹരണം ശേഷം വരുന്നുണ്ട്. ഫഹാദിഹിൽ അഷ്യാഉ, ഈ വസ്തുക്കളെല്ലാം തജ്സിമുൽ ഫിഅലൽ മുസ്തഖ്ബില, മുസ്തഖ്ബിലായ ഫിഅലിന് ജസ്മ് ചെയ്യും. മുസ്തഖ്ബിലായ ഫീലാണെങ്കിൽ ജസ്മ് ലഭിക്കും. മുസ്തഖ്ബിലായ ഫീൽ അല്ലെങ്കിൽ മഹല്ല് ജസ്മിൻ്റെതായിരിക്കും. ജസ്മ് ചെയ്യാൻ കാരണം ലി അന്ന ഫീഹ, കാരണം തീർച്ചയായും ഇവയിലുണ്ട് മാന ഷർത്തി, ഷർത്തിന്റെ മാനുണ്ട്. അതിൽ തന്നെ ജഹദ് ജാസിമാകോ ഖിലാഫുണ്ട്. തഖൂലു, നീ പറഞ്ഞോ. സുർനി അസുർക്ക, സുർ, നീ സന്ദർശിക്ക്, നീ എന്നെ. അങ്ങനെ സന്ദർശിച്ചാൽ അതിന്റെ ജവാബ് അസുർ, ഞാൻ സന്ദർശിക്കാം, ക, നിന്നെ. അവിടെ സുർനി എന്ന അമ്രുഫീല്, അതിൽ ഷർത്തിന്റെ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വ മാന സുർനി, സുർനി എന്നതിന്റെ അർത്ഥം ഇൻ തസുർനി എന്നാണ്. നീ എന്നെ സന്ദർശിച്ചാൽ അസുർക്ക, ഞാൻ നിന്നെയും സന്ദർശിക്കും. അപ്പൊ ജവാബുഹ, ഇവയുടെ ജവാബും ഐലൻ വീണ്ടും ജസ്മുൻ, ജസ്മായിരിക്കും. ഈ ജവാബായി വരുന്നത് ജസ്മാകുന്ന അവസ്ഥ ഉണ്ട്, അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യുന്ന അവസ്ഥ ഉണ്ട്, ചിലപ്പോൾ റഫ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. ഇവിടെ കൂടുതൽ വിശദീകരിക്കപ്പെടുന്നില്ല. ഇൻ കാന ബി ഗൈരി ഫാഇൻ, ജവാബ് ഫാ കൂടാതെയാണെങ്കിൽ ജസ്മ് ചെയ്യപ്പെടും. ഫഇൻ അദ്ഖൽത, ഇനി നീ പ്രവേശിപ്പിച്ചാൽ, ഫീഹി അതിൽ അൽ ഫാഅ, ഫാഇനെ പ്രവേശിപ്പിച്ചാൽ, അപ്പൊ നസബ്ത, നീ നസ്ബ് ചെയ്തോ ഹു, അതിനെ. അപ്പൊ നസ്ബ് ചെയ്യാൻ ഒരു അന്നിനെ, നസ്ബ് ചെയ്യുന്ന ആമിലിനെ അവിടെ സങ്കല്പിക്കും. ലി അന്ന, കാരണം തീർച്ചയായും, ഫീഹി അതിലുണ്ട്, അന്നുണ്ട്, മുൾമറത്തൻ, മറക്കപ്പെട്ട സ്ഥിതിയിൽ. തഖൂലു, നീ പറഞ്ഞോ. ഫിൽ അംരി, അമ്രിന്റെ ഉദാഹരണത്തിൽ സുർനി ഫഅസൂറക, സുർ, നീ സന്ദർശിക്ക്, ഫീല് അമ്ർ, ളമീർ ഫായില്. നീ എന്നെ, നൂന് വിഖായ, യാ മുതകല്ലിം മഫ്ഊല്. അങ്ങനെ സന്ദർശിച്ചാൽ ഫഅസൂറ, അപ്പൊ ഞാനും സന്ദർശിക്കും, ക, നിന്നെ. അതാണ് ജവാബ്. ആ ജവാബിൽ ഫാ ഉണ്ട്.
ഫാഇന്റെ ശേഷം അന്നിനെ സങ്കല്പിക്കപ്പെടുന്നു. ഫ അൻ അസൂറ, ആ കളയപ്പെട്ട അൻ നസ്ബ് ചെയ്യുന്നു. അങ്ങനെ അസൂറ എന്ന് ഫതഹത്ത് കൊണ്ട് നസ്ബ് ഇദാമില് സങ്കല്പിക്കപ്പെടുന്ന മസ്ദരിയായ അൻ. ക നിന്നെ സന്ദർശിക്കും. കാഫ് മഫ്ഊല്. ഈ ഫാ ശരിക്ക് അത്തുഫിന്റെ ഫാ ആണ്. ജവാബിൽ വന്നതാണെങ്കിലും ഒരു അത്തുഫിന്റെ ഹുക്കുമിലാണ്. അസൂറ എന്നത് അപ്പൊ മഅതൂഫാവും. സുർനി എന്ന അംറു ഫിയലുമൊക്കെ ഇതിനെ അത്തുഫ് ചെയ്യാൻ പറ്റൂല. മഅതൂഫും മഅതൂഫ് അലൈഹിം തമ്മിൽ യോജിപ്പ് വേണം. അംറു ഫിയല് ഇൻഷാഉം അസൂറു എന്ന മുളാരിയായ ഫീല് സാറ യസൂറു അത് ഖബറും ആണ് എന്ന് പറയും. അവ പരസ്പരം മഅതൂഫും മഅതൂഫ് അലൈഹിം ആവാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ ഫാഇന്റെ ശേഷം ഒരു അന്നിനെ സങ്കല്പിക്കുന്നത്. മസ്ദരിയായ അന്ന് പ്രവേശിക്കുമ്പോൾ അത് മസ്ദർ കൊണ്ട് തഅ്വീൽ ചെയ്യപ്പെടും. സിയാറത്ത് സന്ദർശനം ഉണ്ടാവും. അപ്പൊ അതൊരു മുഫ്രദായി, ജുംലല്ല. അതുപോലെ സുർനി എന്നിടത്തും നിന്റെ സന്ദർശനം ഉണ്ടാവട്ടെ എന്ന രീതിയിൽ അതിന്റെ അർത്ഥം പരിഗണിക്കപ്പെടും. അപ്പം രണ്ടും മുഫ്രദുകളായി അർത്ഥത്തിൽ, മഅതൂഫും മഅതൂഫ് അലൈഹിം. ജുംലകളൊക്കെ ഖബരിയായ ജുംല, ഇൻഷായിയായ ജുംല, ഇങ്ങനെ രണ്ട് വിധമുണ്ട്. അവയെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഇതിന്റെ ശേഷമുള്ള വലിയ കിതാബുകളിൽ നിന്ന് നോക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും സുർനി എന്ന അംറു ഫീലിന്റെ അവിടെ ഒരു ഷർത്തിനെ സങ്കല്പിക്കപ്പെടുന്നുണ്ട്. വത്തഖ്ദീറു, അതിന്റെ തഖ്ദീർ ഫഅൻ അസൂറക, അപ്പോൾ ഞാൻ നിന്നെ സന്ദർശിക്കലുണ്ടാകും. ആ അന്നാണ് നസ്ബ് ചെയ്തത്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. വഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, ഫസയറല്ലാഹു, ശേഷം അല്ലാഹു കാണും, അമലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, വറസൂലുഹു, അവന്റെ റസൂലും കാണും. അവിടെ യഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾ ചെയ്യൂ, അങ്ങനെ ചെയ്താൽ ഫസയറ, ഫാഇന്റെ ശേഷം അന്നിനെ സങ്കല്പിക്കപ്പെടുന്നു. യറ എന്ന ഫീല് ആഖിറു മുഅ്തല്ലാണ്, അവസാനം അലിഫാണ്. അലിഫ് ഹർക്കത്തിനെ ചുമക്കൂല. മുഖദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ട് നസ്ബ്. വഫിൻ നഹി, നഹിന്റെ ഉദാഹരണത്തിൽ ലാ തദ്രിബ്നി ഫഅദ്രിബക, ലാ തദ്രിബ്നി, നീ എന്നെ അടിക്കരുത്, അങ്ങനെ നീ എന്നെ അടിച്ചാൽ ഫഅദ്രിബ, അപ്പോ ഞാൻ നിന്നെയും അടിക്കും. നീ എന്നെ അടിക്കുക എന്ന അവസ്ഥ ഉണ്ടായാൽ ഞാൻ നിന്നെ അടിക്കുക എന്ന അവസ്ഥയും ഉണ്ടാകും. ഫാഇന്റെ ശേഷം അന്ന് പറഞ്ഞു അദ്രിബ, ഫത്ഹത്ത് കൊണ്ട് നസ്ബ് ഇദാമില് സങ്കല്പിക്കപ്പെടുന്ന അന്ന്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും ഗളബി, ഞാൻ നിങ്ങൾക്ക് നൽകിയ നല്ലതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളൂ. വലാ തത്ഗൗ, നിങ്ങൾ അതിക്രമം കാണിക്കരുത്, ഫീഹി, അതിൽ, നഹിയ. അങ്ങനെ അതിക്രമം കാണിച്ചാൽ ഷർത്ത് സങ്കല്പിക്കുന്നു, ഫയഹില്ല, അതിന്റെ ജവാബ്, അപ്പോൾ ഇറങ്ങും, അലൈക്കും, നിങ്ങൾക്ക്, ഗളബി, എന്റെ ദേഷ്യം നിങ്ങളെ ബാധിക്കും. ഫാഇന്റെ ശേഷം അന്ന് പറഞ്ഞു യഹില്ല എന്ന് നസ്ബ് ചെയ്യപ്പെട്ടു. വഫിൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിൽ നീ പറഞ്ഞോ, ഹൽ ഇൻദക മാഉൻ ഫഅശ്റബഹു, ഹൽ ഇൻദക, നിന്റെ അടുത്തുണ്ടോ, മാഉൻ, വെള്ളം, അത് ഇസ്തിഫ്ഹാമ, ചോദിക്കുക.
അതിന്റെ ജവാബ്. അങ്ങനെ വെള്ളം ഉണ്ടായാൽ, അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ എന്നുള്ള ഷർത്തിനെ സങ്കല്പിച്ചിട്ട് ഫ അഷ്റബഹു, ഞാനതിനെ കുടിക്കുക എന്നതും ഉണ്ടാകും. ഹൽ ഹർഫ് ഇസ്തിഫ്ഹാം, ഇന്ദ ലർഫ് ഖബർ മുഖദ്ദം, ക നിന്റെ മുളാഫ് ഇലൈഹി, മാഉൻ വെള്ളമാകുന്നത് മുബ്തദ മുഅഖർ. അങ്ങനെയാണ് സാധാരണ തർക്കീബ് പറയാറുള്ളത്. ഫ അഷ്റബഹു, ഫ ഹർഫ് അത്ഫ്, അഷ്റബ അവിടെ അന്നിനെ സങ്കല്പിക്കപ്പെടുന്നു. ആ അന്ന് അഷ്റബ എന്ന മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്നു. അന്ന് മസ്തരിയാണ്. അവ്വലും ബിൽ മസ്തർ മഅതൂഫ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലനാ. ഖുൽ നബിയെ തങ്ങൾ പറയൂ, ചോദിക്കൂ, ഹൽ ഇൻദകും നിങ്ങളുടെ അടുത്തുണ്ടോ, മിൻ ഇൽമിൻ വല്ല ഇൽമും ഉണ്ടെങ്കിൽ ഫതുഖ്രിജൂഹു അതിനെ നിങ്ങൾ പുറത്തെടുക്കാം, ലന നമുക്ക്. ഊഹങ്ങളല്ലാതെ വ്യക്തമാക്കുന്ന വല്ല അറിവും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതും പുറത്തെടുക്കി. ഇവിടെ ഇസ്തിഫ്ഹാം, ഹൽ ഇൻദകും മിൻ ഇൽമിൻ, നിങ്ങളടുത്ത് വല്ല ഇൽമുമുണ്ടോ, അങ്ങനെ ഉണ്ടായാൽ എന്നൊരു ശർത്തോടെ സങ്കല്പിക്കപ്പെടുന്നു. ജവാബാണ് ഫതുഖ്രിജൂഹു. ഫാഇന്റെ ശേഷം അന്നിനെ സങ്കല്പിക്കുന്നു. തുഖ്രിജൂന എന്നുണ്ടായിരുന്ന നൂനിനെ കളയപ്പെട്ടു. നൂനിനെ കളയൽ കൊണ്ട് നസ്ബ്. വഫി ദുആഇ, ദുആഇൽ നീ പറഞ്ഞോ, അല്ലാഹുമ്മ ർസുഖ്നി ഖൈറാ ഫഅശ്കുറ ലക. അല്ലാഹുമ്മ അല്ലാഹുവേ, ഉർസുഖ് നീ നൽകണേ, നീ എനിക്ക്, ഖൈറൻ ഖൈറിനെ നൽകണേ. ആ ഖൈറിനെ നൽകലുണ്ടായ ഫഅശ്കുറ ലക, അപ്പൊ ഞാൻ നിനക്ക് ശുക്ർ ചെയ്യാ എന്ന അവസ്ഥയും ഉണ്ടാകും. അത് ദുആയാണ്. അങ്ങനെ നീ എനിക്ക് ഖൈറ് തരികയാണെങ്കിൽ എന്നൊരു ഷർത്തിനോട് സങ്കല്പിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ആ ഉർസുഖ്നി എന്നതിന് അങ്ങനെ ഒരർത്ഥം അവിടെ വന്നു ചേരുന്നു. ഫഅശ്കുറ എന്നത് അതിന്റെ ജവാബും. ഫാഇന്റെ ശേഷം അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വഷ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. വഷ്ദുദ് നീ ശിദ്ദത്ത് കാണിക്ക്, കാഠിന്യം നൽക്, അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിന്. അവരുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യം നൽകിയ പിന്നെ ഒരു വിശ്വസിക്കൂല. അങ്ങനെ നൽകിയാൽ ഫലാ യുഅ്മിനൂ അവർ വിശ്വസിക്കൂല. ഹത്താ യറവുൽ അദാബൽ അലീം വേദനാജനകമായ ശിക്ഷ അവർ നേരിൽ കാണുന്നത് വരെ അവരങ്ങനെ വിശ്വസിക്കും വേണ്ട. അവർക്കെതിരെ കേടായി ദുആ ചെയ്യണം. ഇപ്രകാരം ദുആ ചെയ്യാൻ അവരുടെ അവസ്ഥ അള്ളാഹുവിൽ നിന്ന് വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകന്മാർ ഇങ്ങനെ ദുആ ചെയ്യുന്നത്. അവിടെ ദുആയാണ്. അങ്ങനെ നീ ശിദ്ദത്ത് കാണിച്ചാൽ, അല്ലെങ്കിൽ കാഠിന്യം നൽകിയാൽ, ഫലാ യുഅ്മിനൂ അതാ ജവാബ്. ഫാഇന്റെ ശേഷം അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തു. നൂനിനെ കളയൽ കൊണ്ട് നസ്ബ്. യുഅ്മിനൂന എന്നുണ്ടായിരുന്നു. വഫിൽ ജഹദി നെഫിന്റെ ഉദാഹരണത്തിൽ നീ പറഞ്ഞോ, മാ അന്ത ബി ആലിമിൻ ഫനതഅല്ലമ മിൻക. മാ അന്ത നീയല്ല, ബി ആലിമിൻ ഒരു പണ്ഡിതനൊന്നുമല്ല. അങ്ങനെ ആണെങ്കിലല്ലേ ആയാൽ ഫനതഅല്ലമ ഞങ്ങൾ പഠിക്കുമായിരുന്നു, മിൻക നിന്നിൽ നിന്നും, നിന്നെ ഒരു ഗുരുവായി സ്വീകരിക്കുമായിരുന്നു. അവിടെ നെഫിന്റെ ശേഷം ഫനതഅല്ലമ ഫാ വന്നു ജവാബിലെ അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ശൈഇൻ ഫതത്റുദഹും. അവരുടെ ഹിസാബ് നോക്കേണ്ട ചുമതല തങ്ങൾക്കില്ല. വമാ മിൻ ഹിസാബിക
തങ്ങളുടെ ഹിസാബല്ല, അലൈഹിം അവരുടെ മേലും, തങ്ങളുടെ ഹിസാബിൽ നിന്ന് മിൻ ഷൈ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ ഫതതുറുദഹും നബിയെ തങ്ങൾ അവരെ ആട്ടി മാറ്റാൻ പറ്റുമായിരുന്നു. അവിടെ നഫിക്ക് ശേഷം ഫതതുറുദഹും ജവാബിൽ ഫാ വന്നു, അന്നുമറിഞ്ഞ് നസ്ബ് ചെയ്തു. വഫി തമന്നി, തമന്നിയിൽ നീ പറഞ്ഞോ, ലൈതക ഇൻദന ഫനഫ്രഹ ബിക. ലൈതക നീ ആയെങ്കിൽ എത്ര നന്നായിരുന്നു, ഇന്ധന നമ്മുടെ അടുത്ത്. പ്രതീക്ഷ ഇല്ലാത്തൊരു കാര്യത്തിലെ മോഹപ്രകടനം. പ്രതീക്ഷ ഉള്ള കാര്യമാണെങ്കിൽ അതിന് തറജി എന്നാണ് പറയാ. അങ്ങനെ നീ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഫനഫ്രഹ ഞങ്ങൾ സന്തോഷിക്കുമായിരുന്നു, ബിക നീ കാരണത്താൽ, നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാമായിരുന്നു. അടി ലൈത്ത തമന്നിക്ക് ശേഷം ജവാബ് ഫനഫ്രഹ, ഫാ ഉണ്ട്, ഫാഇന്റെ ശേഷം അന്നു മറിഞ്ഞ് നഫ്രഹ ഹാഇന് ഫത്ഹ്, ആ ഫത്ഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ ലൈതനി കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അദീമാ. യാ ലൈതനി ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, കുന്തു ഞാനായിരിക്കാം, മഅഹും അവരുടെ കൂടെ, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഫഅഫൂസ എനിക്കും വിജയിക്കാമായിരുന്നു, ഫൗസൻ അളീമ വലിയ വിജയം, മഹത്തായ വിജയം, ഒരുപാട് ഗനീമത്ത് സ്വത്തൊക്കെ ആ മുഅ്മിനീങ്ങൾക്ക് കിട്ടിയതുപോലെ നമുക്കും കിട്ടുമായിരുന്നു എന്നവര് യുദ്ധം കഴിഞ്ഞ് മുഅ്മിനീങ്ങൾ ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുമ്പോൾ അവർ പറയും. അവിടെ ലൈതനി തമന്നിന്റെ ശേഷം ഫഅഫൂസ, ഫാ വന്നു, അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തു ജവാബില്. ഒഫിൽ അറളി, അറളിൽ നീ പറഞ്ഞോ, അലാ തൻസിൽ ബിന ഫനുക്രിമക. അലാ തൻസിൽ നീ താമസിക്കുന്നില്ലേ, ക്യാമ്പ് ചെയ്യുന്നില്ലേ, ബിന ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ കൂടെ നീയും ഇറങ്ങി താമസിക്കുകയാണെങ്കിൽ ഫനുക്രിമക ഞങ്ങൾ നിന്നെ ഇക്റാം ചെയ്യാം. അത് കൂടെ വന്ന് താമസിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പരുഷ ഭാഷയിലല്ല, ഒരു മയത്തോടെ. അതാണ് അറള്. ആ അറളില് ജവാബായി വന്ന ഫനുക്രിമക, ഫാഇന്റെ ശേഷം അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തു. വഫി തഹ്ലീലി, തഹ്ലീലിൽ നീ പറഞ്ഞോ, ഹല്ലാ തഖൂമ ഫഅഖൂമ നീ നിൽക്കുന്നില്ലേ, എന്താ നീ നിൽക്കാത്തത്. ഒരു ശക്തമായ ശൈലിയില് പ്രേരിപ്പിക്കുക. അങ്ങനെ നീ നിന്നാൽ ഫഅഖൂമ ഞാനും നിൽക്കും, ഫാഇന്റെ ശേഷം അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്തു. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ. ഒന്ന് എന്നെ പിന്തിച്ചിടി, എന്താ പിന്തിച്ചിടാത്തത്, മരണാസന്നാവുമ്പോഴേ, ഇലാ അജലിൻ ഖരീബ് ഒരു കുറഞ്ഞ സമയം കൂടി നീട്ടിത്തരാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അല്പം കൂടി ആയുസ് നീട്ടിത്തരാണെങ്കിൽ ഫഅസ്സദ്ദഖ ഞാൻ സദഖ നൽകുമായിരുന്നു. ജവാബില് ഫാഇന്റെ ശേഷം അന്ന് മറഞ്ഞു, അത് അസ്സദ്ദഖ എന്ന മുളാരിഅ ഫീലിന് നസ്ബ് ചെയ്തു. അതിമക്ക് അത്ഫ് ചെയ്തുകൊണ്ട് പറയാണ്, വഅകുൻ ഞാൻ ആവുകയും ചെയ്യുമായിരുന്നു. അതിന് ജസ്മാണ്. ഫഅസ്സദ്ദഖ എന്ന ജവാബ് അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്താലും ജവാബ് എന്ന നിലക്ക് മഹല്ല് ജസ്മിൻ്റെതാണ്, ജസ്മിന്റെ മഹല്ല. ആ മഹല്ലുമൊക്കെ അത്ഫ് ചെയ്തിട്ടാണ് വഅകുൻ എന്ന് ജസ്മ് ആയി മഅതൂഫ് വന്നത്. ഈ ഫാഉകളൊക്കെ ജവാബിൽ വന്ന ഫാ യഥാർത്ഥത്തിൽ അതൊരു അത്ഫിന്റെ അർഫാണ്, എന്നാൽ സബബിയുമാണ്. സബബിയിന്റെ അർത്ഥം അതിനുണ്ട്. അങ്ങനെ ആയാൽ ആ കാരണത്താൽ ഇങ്ങനെയാണ് എന്ന് ജവാബ് പറയുമ്പോൾ എപ്പോഴും ഈ ഷർത്തിന്റെ ജവാബിൽ വരുന്ന ആ ഫാ ആ ഷർത്ത് കാരണത്താൽ ഈ ജവാബ് ഉണ്ടാകുന്നു എന്ന്
അർത്ഥമാക്കുന്നുണ്ട്. ഈ ജവാബും ആ ഷർത്തും തമ്മിൽ ഒരു റബ്ത്ത്, ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കാനാണ് ഈ ഫാ വരുന്നത്. അത് കാരണത്താൽ എന്നൊരർത്ഥം വരുമ്പോഴാണ് ഈ റബ്ത്ത് ഉണ്ടായിത്തീരുന്നത്, ഈ ബന്ധം ഉണ്ടായിത്തീരുന്നത്, ബന്ധപ്പെടുത്തൽ വരുന്നത്. എന്നാൽ അതൊരു അത്ഫിന്റെ ഫാവും കൂടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ അത്ഫ് എന്നുള്ളൊരു അവസ്ഥ പരിഗണിക്കുമ്പോഴാണ് അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യേണ്ടി വരുന്നത്, മാതൂഫും മാതൂഫ് അലൈഹിം തമ്മിൽ ബന്ധം ഉണ്ടാക്കി തീർക്കാൻ. ഫാ ഇല്ലെങ്കിൽ പിന്നെ അത്ഫിന്റെ വിഷയം വരുന്നില്ല. അപ്പൊ പിന്നെ ഷർത്തിന്റെ ജവാബ് എന്നൽക്ക് ജസ്മായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഫഇദാ ഉസ്തിത്തൽ ഫാഉ, ഈ ഫാഇനെ കളയപ്പെട്ടാൽ, മിൻ ഹാദിഹിൽ ജവാബാത്തി, ഈ പറഞ്ഞ ജവാബുകളിൽ നിന്നും, ഈ അമ്ര് നഹി ഇങ്ങനെ പലതും പറഞ്ഞല്ലോ, അവയുടെ ജവാബിൽ ഫാ ഇല്ലാതെയാണ് ഈ മുസ്തഖ്ബിലായ ഫീല് വന്നതെങ്കിൽ, കാനത്ത്, ആ മുസ്തഖ്ബിലായ ഫീലുകളാകും, ആ ജവാബുകളാകും, ജസ്മൻ, ജസ്മ ചെയ്യപ്പെട്ടവയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.